നമ്മളുള്ളത് പാഡിംഗ്ടണിലാണ്. പാഡിംഗ്ടൺ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. മാത്രമല്ല ഇവിടെ 2-3 ലൈനുകൾ, എലിസബത്ത് ലൈൻ, ഡിസ്ട്രിക്ട് ലൈൻ, അങ്ങനെ അതൊക്കെ ഒന്നിക്കുന്ന ഒരു സ്ഥലം എന്ന പ്രത്യേകതകളുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുണ്ട്. ഒരു 3 നില കെട്ടിടത്തിന് അത്രയും താഴ്ച ട്രെയിൻ പോകുന്ന ഒരു സ്റ്റേഷനാണ്. നല്ല പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ കൂടിയാണ് പാഡിംഗ്ടൺ. നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ലണ്ടൻ നഗരത്തിൽ വന്നിട്ടുള്ള പലരും ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ കാഴ്ചകൾ പങ്കുവെക്കുന്നത്. പഴമയുടെ പ്രൗഢിയും പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ കാഴ്ചക്കാരെയും ആകർഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ നിർമ്മിതികളൊന്നും ഇവർ പൊളിച്ചു നീക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പഴമയുടെ പ്രൗഢി നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗതകാല സ്മരണകൾ ഉയർത്തുന്ന ആ നിർമ്മിതികൾ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ ഒരു വശത്ത് പുതിയ കാലത്തെ എല്ലാവിധ ടെക്നോളജിയും അവർ ഉപയോഗിച്ചിട്ടുമുണ്ട്. യാത്രക്കാർക്ക് എളുപ്പത്തിൽ സുഖമായി യാത്ര ചെയ്യാൻ എസ്കലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിൻ എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞ ട്രെയിനാണ്. അത് ലണ്ടൻ നഗരത്തിനുള്ളിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ലണ്ടന് പുറത്തേക്കുള്ള ട്രെയിനുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്രയും താഴ്ചയിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ആ ട്രെയിൻ കിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ ഫുള്ള് ഗ്ലാസ് കൊണ്ട് മറച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് നേരിട്ട് കയറാൻ കഴിയില്ല. ട്രെയിൻ വന്നു കഴിയുമ്പോൾ ഗ്ലാസ് ഡോർ തുറന്നു കഴിയുമ്പോഴാണ് നമുക്ക് ട്രെയിനിൽ കയറാൻ കഴിയുക. നല്ല വൃത്തിയുള്ള ട്രെയിനാണ്. നമ്മുടെ ഇന്ത്യയിലും മെട്രോ ട്രെയിനും വന്ദേ ഭാരതൊക്കെ ഇത്തരം ട്രെയിനുകൾ വന്നു കഴിഞ്ഞു. ഏതായാലും മനോഹരമുള്ള നല്ല കാഴ്ചയുള്ള യാത്രകളായിരുന്നു. യാത്രകൾ തുടരും. കാഴ്ച